ഇതെന്തിനു വീഡിയോ എടുത്തു വയ്യ കുട്ടിക്ക് എന്റെ പൊന്നുമോളെ എനിക്ക് 18 വയസ്സായതൊന്നും വേണ്ട സീരിയസ്ലി. ഒരു അഭിപ്രായം എന്താണ്? നല്ല ബോറാ. ഹായ്, അപ്പം ഞങ്ങളും ട്രിപ്പിന് പോകാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പം രാത്രിയാണ് ഞങ്ങൾ വിടാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ ട്രിപ്പ് ഇതാ ഇവിടെ നിന്ന് ഇപ്പോൾ ആരംഭിക്കാനായിട്ടില്ല. അതാ ചെമ്മീൻ കിടക്കണത് തിരിഞ്ഞ് പിറക്കി കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇന്നിവിടെ നിന്ന് സ്ഥലം വിടാൻ. ഹായ്, നമ്മളെ മിന്നൂട്ടി വന്നിട്ടാ ചിരി നോക്ക്. അപ്പം ഞങ്ങൾക്ക് ടീം വരുന്നുണ്ട് പിറക്കാൻ വേണ്ടി. ഞാൻ വിളിച്ചു വരുത്തിയാണ് മുബീന, ഓടി വാടി തിരിയടി പറക്കടി വാടി. അപ്പം ടീംസൊക്കെ ഇതാ വരുന്നുണ്ട്. വാ പോരി, അവിടെ സ്റ്റോപ്പാണ്ടോ, വാ ഇങ്ങോട്ട് പോരി. രാത്രി വിടാന്ന് വിചാരിച്ചിട്ടാ. വെളുപ്പിനൊക്കെ നന്ദുവിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാൽ നടക്കൂല, നന്ദു എണീക്കൂല. അപ്പം ഇന്നത്തെ ഇതും കൂടി കഴിഞ്ഞിട്ട് ഇതെന്താ സാധനം ചൊറി, ഇതെന്താ സാധനമെന്ന് ഇതേ ഉള്ളു ഇപ്പോൾ പുഴയിൽ ചൊറി. നല്ല രസമാണ് പിടിക്കാൻ. അപ്പം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് രാത്രി അങ്ങോട്ട് വിട്ടാലേ വലിയ വിഷയമില്ല. ഇതെവിടെ ഇടും? അത് ഇങ്ങോട്ടിടാം, അതവിടെ വെച്ച, ഇതവിടെ സൈഡ് വെച്ച. ഓരോ സെക്ഷൻ. അങ്ങനെ ചെമ്മീൻ പറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വിടയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. മണി 11 മണിയായി. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 4:30 മണിയായി. 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇപ്പം എല്ലാവരും വിചാരിക്കട്ടെ എൻ്റെ പൊന്ന് സാധനം കൂളിംഗ് ക്ലാസ്സിലും വെച്ചിട്ടാ കണ്ട് അന്ത പാവം കണ്ടു കാണാത്ത ഒരാളാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നമ്മളെ പിന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ പിന്നെ അത് വെച്ച് നോക്കണ്ടേ, അങ്ങനെ വെച്ചതാ, ക്ഷമിച്ചുകളാ. പിന്നെ ഞങ്ങളിതാ 4:30 ആയപ്പോഴേക്കും 5 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് 4:30 ഞങ്ങൾ റെഡി ആയിട്ടിരിക്കട്ടതാ. ഇങ്ങനെയൊക്കെയാണ് ഫുള്ളായിട്ട് കാണാം. പിന്നെ അവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അവർ ടീം മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അവരോടൊപ്പം ഞങ്ങളും. ഹലോ ടീമേ, കഴിഞ്ഞ എവിടെ ഇത് ഉറങ്ങി എണീച്ചിട്ടില്ലാന്ന് തോന്നട്ടാ. അതേപ്പോ ഒച്ച കേൾക്കുന്നുണ്ട് മേലയിൽ. ഒച്ച കേൾക്കുന്നുണ്ട് മേലയിൽ. ഇന്ന് വാടുന്നു പൊട്ട കുരുട്ടു. ഇതിന് ചെവിയും കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു. ഫോൺ വിളിക്കുമ്പോഴും എന്ത് എന്നൊക്കെ പറയണ കലികി. കടാ ഇപ്പൊ ഫോൺ വിളിക്കണമെന്ന് കേൾക്കുന്നുണ്ട്. ആ ഫോണിലാണ് ഞാൻ ഈ മറ്റേ വെളുപ്പാങ്കാലത്ത് ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കണം. നീ ഇങ്ങ് വാ, കമ്മൺ. അതല്ലേ പറഞ്ഞേ. അപ്പൊ ഇപ്പോഴും ബാത്റൂമിൽ ഇരുന്ന് കഥ പറയണം. ഞാൻ എന്തായാലും കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്, ക്ലാസ് ഒക്കെ വെച്ചൊന്ന് സെറ്റാണ്. ഇത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ അഭിപ്രായം എന്താണ്? നല്ല ബോറാ. ഞാൻ സത്യം ഇങ്ങനെ വിളിച്ചു പറയാമോ? എന്തായാലും ഒന്ന് ഇരിക്കട്ടെ. ഇങ്ങനെ വെക്കുമ്പോ ഒരു ലുക്ക് ഉണ്ടാവില്ലേ? ഇത് പൊട്ടിപ്പോ. എന്തായാലും ഇട്ടിരിക്കട്ടെ. അവര് വരുന്നത് നമുക്ക് ഇത് വെച്ച് വല്ല റീൽസ് ഒക്കെ എടുക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. എന്താണെന്ന് വാനെ ആരെങ്കിലും എന്റെ വ്ളോഗിൽ വാനോ ഭാഗ്യം നികിലെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഒരാളെ കിട്ടിയിട്ടില്ല എന്റെ വ്ളോഗിൽ. അതന്നെ അതന്നെ. നീ ലാസ്റ്റ് ഘട്ടത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കും. കാരണം എന്നെ മോൻ ഡ്രസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നീ മാറ്റിയ പ്രശ്നം. അതന്നെ ഇതെന്താ നിങ്ങ കവർ? നിങ്ങൾക്ക് കവർ മാത്രമല്ല ലഗേജ് കണ്ട് ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചല്ലേ, കൂളിംഗ് ഗ്ലാസ് ഒട്ടിച്ചല്ലേ. ഇനി ഞങ്ങൾ വിളിക്കിടന്ന് ഉറക്കണത് ആരും കാണൂല അല്ലേ? എനിക്ക് ഇന്ന ബാഗ് എന്നാ പിടി. ഞങ്ങൾക്ക് അത്രയേ വേണ്ടു. നീ ഗ്ലാസ് ഇവിടെ അവിടെ എത്രയും മുന്നേ പൊട്ടു ചേട്ടൻ. 2 പ്രാവശ്യമായി ഇത് പൊട്ടോന്ന് അറിയില്ല. നീ ബൈക്ക് ഓടിച്ചത് ഞാൻ കണ്ടില്ല കുട്ടി. ഞാനേ ചേട്ടനോട് ചോദിക്കുന്നത് ഇന്നത്തേക്ക് ഇടുക്കി വരെ ഡ്രൈവറെ മാറ്റുന്ന എന്നെ ആക്കുന്ന. ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തതാ. സ്റ്റിയറിംഗ് തൊട്ടിട്ടുണ്ട് എന്നെ പിടിച്ചിരുത്തുന്നാ. സബിമോനെ വണ്ടി എടുക്കാനായിട്ടില്ല. മണി 5 മണി പറഞ്ഞിട്ട് നമ്മ ഇന്ന് പാതിരാക്കായിരിക്കും അവിടെ എത്തുക. ഹലോ മിസ്റ്റർ പരേര. ഹായ്. ഞാൻ എന്ത് ചെയ്യുന്നതൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ടോ? അതാ സ്റ്റാർട്ടാക്കണം മറന്നുപോയല്ലോ കളിയെ. ഇതിനാണ് വണ്ടി കൊടുത്തത്. സ്റ്റാർട്ടാക്കാൻ മറന്നുപോയെന്ന്. സ്വിച്ച് കാണുന്നില്ല. കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുക്കട്ടെ.
ഇവിടെ വന്നിരുന്നിട്ട് ഇരിക്കലേ ഉണ്ടാവുകയെന്നറിയില്ല. വോയിസ് ഓവർ കൊടുത്തോ. വോയിസ് ഓവർ ഇഷ്ടല്ല. എന്തും പറയും പക്ഷെ എനിക്ക് ഞാൻ വോയിസ് ഓവർ പറയും. പക്ഷെ ആരും എന്റെ കൂടെ ഉണ്ടാകാൻ പാടില്ല. ഒറ്റക്കൊരു മുറിയിൽ നിന്ന് വോയിസ് ഓവർ ചെയ്യണോ? വോയിസ് ഓവർ കറക്റ്റ് ചെയ്യുമോ? പിന്നെ നിന്നെ നിർത്തിയിട്ട് ഞങ്ങൾ എല്ലാരും കുറച്ചേരം വല്ല മാളിലും കയറി മാളിൽ കിക്കി കൊണ്ടാങ്ങ പോകാറ്. ഓക്കെ സ്റ്റാർട്ട്. ഇത് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടോ? മക്കളായ പിന്നെ രണ്ടാമത്തെ ആയിട്ടാ ഒന്ന് പോയിരിക്കട്ടെ കുടിയും എല്ലാം ഈ വണ്ടിയിൽ തന്നെ. ഇതാ ദുർഗമോളെ കാര്യാന്നൊക്കെ പറയോ വേണ്ട കേട്ടാ. ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് പെട്ടി അതടിപൊളിയായി വന്നതായിരുന്നു. നിന്റെ കൊണ്ടാട്ടം ചെറുതാണ്, ഇവിടെ എല്ലാം വലുതാണ്. അത് പ്രതീക്ഷിക്കേ വേണ്ട. ഇഷ്ടം പോലെ അവിടെ കടി ഇവിടെ കടി ഒരു കൊണ്ടാട്ടം മേടിക്കുമ്പോഴോട് പുള്ളിക്ക് തരാൻ കുറച്ച് മടി. ഉപ്പിലിട്ട ക്യാരറ്റ്, ഉപ്പിലിട്ട ക്യാരറ്റ് എന്ന് പറയാൻ പറ്റില്ല, ക്യാരറ്റ് എന്താ പറയാൻ പറ്റും. ഉപ്പില്ല. ആകെ വെച്ചേക്കണ സ്ഥലം നോക്കി ഈശ്വരമാരേ, നല്ല രസമുണ്ടല്ലേ. ഇതല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് ഇതൊരു വെറൈറ്റി ആണല്ല. ഇതിൽ റൂമാണല്ല. കൊള്ളാലോ ഇവ. ഇറങ്ങാം. ഓ ഞാൻ കുറെ എടുത്തു കൊടുത്തിട്ടുണ്ട് വൈഫിന്. ഇപ്പ എന്ത് പറയുന്നത്, എല്ലാവരും എന്താ ഫോണും പിടിച്ചിറങ്ങിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ട് ഞാനും ഫോണും പിടിച്ചാണ് ഇറങ്ങിയേക്കണത്. അഭിനയ സിംഹമേ, അഭിനയ സിംഹമേ. അതെ ഫോട്ടോക്ക് വേണ്ടിട്ട് എന്തൊക്കെ റിസ്ക് എടുക്കുന്ന എന്നാ കൊണ്ടാ. ഓഹോ ആ കൊണ്ടാ, ഞാൻ എടുക്കാം. സ്വർഗത്തിലെ കട്ടറും പറ്റി നടുക്കുവന്നിരിക്കട്ടാ ഞാൻ. ഓ ഓ ഇന്ന് അമ്മ നിൽക്കുമ്പോ ഒന്നും പറയണില്ലല്ലോ. ഇത് അവര് നിൽക്കുമ്പോ മാത്രം സ്റ്റൈലാണ്. പിന്നെ ഈ ചെടി വേണമെന്നാ പറഞ്ഞ ചേട്ടാ. ചെടി കെട്ടൊന്നും കൂടില്ല. ഇപ്പൊ കൊറേ കിടന്നൊക്കെ എടുക്കും, പക്ഷെ ഒന്നും ഉണ്ടാവില്ലാന്നേ ഉള്ളു. വലിയ ഓണമൊന്നുമില്ല, മതി പോ, അത് മതി. മുള്ളാണിത്, ഈ ചെടി മുള്ളാണ്. സ്റ്റാച്ചു ഇത് രണ്ടെണ്ണം. ഫോട്ടോ എടുക്കാൻ ഒരാള്, 2 സ്റ്റാച്ചു. ഇവിടെ വേറൊരാള്. ചട്ടൻ ചായ അല്ല കട്ടൻ ചായ, ചട്ടൻ ചായ മതി പോലും. തണുപ്പ് ഇവർക്കാർക്ക് തണുപ്പില്ല, എനിക്ക് മാത്രം തണുപ്പ്. നല്ല തണുപ്പുണ്ടല്ലേ. പക്ഷെ നിങ്ങളെങ്ങനെ സഹിച്ചിരിക്കും, നിങ്ങളെ സമ്മതിക്കണം കേട്ടാ. ഇതേ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഞാനും ഏകദേശം ഒന്ന് ഇങ്ങനെ ഇരിക്കണത്, അടുപ്പിക്കുന്നില്ല എന്നാന്ന് തട്ടി മാറ്റുന്നു. ദൂരെ പോ പ്രേതമേ, പോ പിശാചി പോ. തട്ടിയിട്ട് നിങ്ങൾ ശരിയാക്കും ഞാൻ. അവസാനം നിങ്ങളെ പല്ലി കൂത്തട്ടടി നാറിയുന്നു. കണ്ട 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 തോന്നിവാസം ചെയ്യുന്നത്. അവളൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഇത് വന്നിട്ട് ഞാൻ പൊട്ടിക്കുന്ന, ഞാനും പൊട്ടിക്കും. ഇത് അവിയപ്പോ പോയപ്പോ തന്നെ ഇത് പൊട്ടിച്ച്. അവിയപ്പ ഇത് പൊട്ടിക്കുന്നുണ്ടാ? വേണ്ട വേണ്ട, അരുത് അരുത് അരുത്. അയ്യേ ഇതെന്തോരമുണ്ട്, ഇത്രയും ഉണ്ട്. ഇത് പൊട്ടിക്കണ ബബിൾസ്. ഇതിങ്ങനെ ഒരു പ്രോഡക്റ്റ് പൊതിഞ്ഞെടുക്കുന്നതാന്ന്. എല്ലാവരും 7 മണിയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതാ 6 മണി സ്ഥിരം അല്ലേ, നമ്മളെ സ്ഥിരം പരിപാടി. 6 മണിക്ക് നമ്മതാ എഴുന്നേറ്റ് 2 ഇങ്ങനെ നിൽക്കണം കേട്ടാ. ശരിക്കും ആസ്വദിച്ചിരിക്കണല്ലേ. ഇപ്പൊ ഇരുട്ടാണ് പക്ഷേ ഇവിടെ. നല്ല തണുപ്പ്, കാറ്റ്,
സോഡയുണ്ട്. പക്ഷികളെ കംപ്ലീറ്റ് കരച്ചു നിങ്ങൾ അങ്ങോട്ട് ഭയങ്കര പറയുന്നേക്ക് പറയുന്നുണ്ട്. ദൂരെ എവിടെ ഒരു അമ്പലത്തില് അടിപൊളി അയ്യപ്പ ഭക്തിയാനോ അയ്യപ്പ ഭക്തിയാനം. യേശുദാസിന്റെ വേറെന്താ വേണ്ട? അത് യേശുദാസും കൂടി ആയാ പിന്നെ ഒന്നും പറയണ്ട. ഭംഗിയാണ് ദൂരത്തുനിന്ന് പാട്ടൊക്കെ പ്രത്യേക സംഭവം. അത് ശരിയാ. അത് നിങ്ങൾക്ക് ഇതിൽ കേൾക്കൊന്നും അറിയില്ല, നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടുന്ന് ഇങ്ങനെ അതൊക്കെയാ ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ ഈ മലനെ പറയാഞ്ഞേ. മലതാ രാവിലെ നല്ല അടിപൊളിയായിട്ടാ. അത് മാത്രല്ല അതിന്റെ മുകളിൽ ആളക്കണ്ട, അതിന് ലൈറ്റ് ഉണ്ടോ? 3 വീടേ ഉള്ളൂ മേലെയാ. ഓ അത് കിട്ടൂല. അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട്. അയ്യോ എന്ത് രസം അത്. നോക്കി നോക്കി നല്ല രസമുണ്ട്. രാവിലെ തന്നെ വന്നിട്ടിങ്ങനെ നിൽക്കാന്നല്ലേ. എത്രയൊന്നും നല്ല പോത്തുപോലൊക്കെ ഉറങ്ങിയാണ്. ഞങ്ങൾ മറ്റേ ചായയൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നതാണ്. അപ്പൊ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച. ഇന്നലെ രാത്രി ഇങ്ങനെ തുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ടില്ല, കണ്ടിട്ടില്ല. രാത്രി എന്താ പക്ഷെ ഇങ്ങനെ ആ ചെറിയൊരു അല്ലെ വെളുത്തിരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഭയങ്കര രസാട്ടാ. അയ്യോ ഇപ്പൊ കാണുന്ന നമുക്ക് ആ മലമുകളിലൊക്കെ പോവാൻ തോന്നുന്നുണ്ടല്ലേ. അല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിന്നാ മതിയാ, കുളിച്ചു മാറ്റി പോണ്ടേ. ആദ്യം വിളിച്ചൊരു വയ്യ ലാസ്റ്റ് ആവരുതേ. അല്ല അങ്ങനെ നമ്മ ഇടുക്കിയും കണ്ടല്ലേ ഇപ്പൊ. ഇടുക്കി നമ്മള് കണ്ടിട്ടുണ്ടായിട്ടില്ല. ഇവരിങ്ങനെ ഇടുക്കിയിലൊക്കെ പോയെന്നൊക്കെ പറയുമ്പോ നമുക്കിങ്ങനെ കുശുമ്പാവല ഞങ്ങൾക്കും പോണായിരുന്നു. ഇവരെന്നാ ഞാനേ പോകൂല. അപ്പൊ ചേട്ടാ അന്നേ പറയടി ഇനി പോകുമ്പോ നമുക്ക് എന്തായാലും നിങ്ങളെ കൂട്ടുമെന്ന്. അപ്പൊ വാക്ക് പാലിച്ചിരിക്കുന്നു, ഞങ്ങളെയും കൂട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളും പോന്നു. നല്ല രസമുണ്ട് കേട്ടാ. പക്ഷെ എനിക്ക് ഏകദേശം വയനാടുമായിട്ടൊരു കണക്റ്റാ തോന്നുന്നത് അല്ലേ ഇപ്പൊ. ഇത് മാറ്റുണ്ടാ ആ ചിലപ്പോ. എന്നാലും നമ്മ ഇനിയിപ്പൊ കണ്ടിട്ടില്ല, നമ്മ ഇപ്പൊ ഇവിടെ വന്ന ഒരു ഇതേ ഉള്ളൂ. എന്നാലും അതേ ഒരു മനോഹാരിതൊക്കെ തന്നെയാണ്. മനോഹാരിത അതൊക്കെ തന്നെയാണ് ഉള്ളത്. അത് വലിയ കോമഡി ഉണ്ട്. ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം നമ്മൾ ചെന്നു. എന്നാലും തണുപ്പില്ല. അതന്നെ ഞങ്ങള് രാത്രി 1.5 കിലോമീറ്റർ അപ്പുറം കടയിൽ പോയി നോക്കുമ്പോഴെല്ലാരും ജാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ ഒന്നും ഇടാണ്ട് തണുപ്പുണ്ടായില്ല. പക്ഷെ നേരം പോലെ നോക്കുമ്പോ മനസ്സിലാക്കിട്ടാ വെറുതെ എല്ലാവരും ജാക്കറ്റ്. നിങ്ങൾ വിചാരിച്ചോ എന്തിനീ ചൂടിന് ജാക്കറ്റ് ഇട്ട് നടക്കണേന്നല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ ഒരു ജാക്കറ്റ് ഇടുന്നതിന്റെ ഗുണം. ഇത് ഇവിടെ എന്തോ വെച്ചിട്ടുണ്ട്, പാലാ. പാല് വെച്ചിട്ട് പോകുന്നല്ലേ ചെക്കൻ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ. വരുമ്പോ നല്ല രസമില്ലേ. അയ്യവാ ഉണ്ടാ നിങ്ങളിവിടെ ഉണ്ടാ. ഞാൻ സെറ്റായി ചെയ്യാനാ. കുളിയൊന്നും കഴിഞ്ഞില്ല, ചായ കുടിച്ചിട്ട് വിളിക്കാം. കണ്ടാ ഇവിടെ നല്ല രസമുണ്ട്. ചായ 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 മറ്റേ ഇവിടെ ചെല്ലുന്നല്ല റെയിൽവേ സ്റ്റേഷൻ ചായ ചായ അല്ല പിന്നെ ഫോട്ടോ. ഓ വീഡിയോ ആണെന്ന് വാ നമുക്ക് അടിക്കാം. ചിരട്ടപ്പുട്ട ചിരട്ട തന്നെയല്ലേ അത്. പാത്രത്തില എന്താടി എന്നാടിയത് വെള്ളം ഞാത്താക്കല്ല. കയ്യിലുണ്ട് ഇവിടെ കടലക്കറണം. പുട്ടെടുത്താ മനുഷ്യന്മാര് വയർ നിറഞ്ഞ് ചാവുമല്ല. ഗുലോ എന്താണോ ഇപ്പൊ നോക്കി കണ്ടിറങ്ങിയില്ലെങ്കിലല്ല നല്ല പണി കിട്ടും ഇവിടെ. മിസ്റ്റേക്ക് ഉമ്മയാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടാ ഇവിടെ വാങ്ങുകയാണ്. എപ്പ് നല്ലതാണ് പക്ഷെ പെട്ടിയെടുത്ത് കാരണം റിസ്ക്കാണ്. ചേട്ടാ റൗഡിയായത് കയ്യെല്ലാം കയറ്റി വെച്ചിട്ട്. മനസ്സിലായി. അത് കണ്ടിന് കാണാത്തവരാരും ഇല്ല. ഇത് എല്ലാത്തിലും കൊണ്ടൊന്ന് കാണിക്കണ്ട. നീ നിർത്തിനിക്ക് പൊട്ടിക്കല്ലേ നീ മതിടി മാടി മതിയ സമാധാനം. അപ്പൊ നമുക്ക് പോവാലെനിക്ക് അതെ പോവാ. എന്തുണ്ട് പിരികത്തിന്റെ അവസ്ഥ? പിരികെല്ലാം കട്ടി കുറഞ്ഞപ്പോ ഒരു ദുഃഖമല്ലേ നമുക്ക്. നമ്മളതുമായിട്ട് ശീലമായിട്ട് വന്നപ്പോ കട്ടി കുറയുമ്പോ നമുക്കൊരു വിഷമം. പക്ഷെ അവൻ പറഞ്ഞിട്ടാ കട്ടിയൊക്കെ കുറഞ്ഞല്ല കറക്റ്റ് ആയിട്ട് വരും. കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നിന്നെ തേടി ഞങ്ങൾ അങ്ങോട്ട് വരാം. നല്ല രസമുണ്ട് നടന്ന് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ നടന്ന് കയറട്ടെ. ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അങ്ങോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടന്ന് കയറിയണതാ. തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ബാ 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 എന്താണെന്നും ജലദോഷം പിടിച്ചാ അട്ടന നോക്കി നോക്കി. ശരിയാണ് അട്ടയുണ്ടെന്ന് പറഞ്ഞേട്ടാ. ഈ വയനാട്ടിൽ പോയാലും അട്ടനെ കൊണ്ട് പേടിയാണ്. അതൊരു പ്രശ്നമാണ്. അപ്പം ഞാൻ പിടിക്കണോ? അട്ട രക്ഷിക്കും നിങ്ങളെ ഞാൻ പിടിച്ചാലേ. അട്ട രക്ഷിക്കുന്നല്ല, അട്ടയിൽ നിന്നും ഞാൻ രക്ഷിക്കുന്നു. വാ നടക്ക്.
നല്ല തണുപ്പുണ്ട് ട്ടാ. കേറട്ടെ. നമ്മൾ ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങോട്ട് തെറിച്ച് വീഴല്ലേ, തെറിച്ച് വീഴല്ലേ. ഹലോ ഗൈസ്, നമ്മൾ ഓഫ് റോഡ്. ചേട്ടൻ പൊളിയാണല്ലേ. ഞങ്ങള് കേറി വരുന്ന വഴി കേട്ടാ നമ്മ ചാടുന്നതാണ്. ഭയങ്കര നമ്മളെ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനായോ നമ്മളെ അങ്ങോട്ട് ആണി കയറിയാ. എന്താ അടിമോളെ കേറാൻ പറ്റണില്ലേ? വയ്യേ ഊട്ടിക്ക്. അയ്യോ വായോ, അയ്യോ വായോ. അയലൊക്കെ കാര്യം എന്തെങ്കിലും ഞാൻ കിട്ടോ, ഇതൊക്കെ തിന്നാൻ കിട്ടോ? വിശക്കുന്നല്ലേ സംഭവം. പുട്ട് നല്ല വലുതായിരുന്നു, പക്ഷെ നമുക്ക് എവിടെ ആയിട്ടില്ല. അയ്യോ നമ്മളെ പിടിയൊക്കെ വെയിലത്ത് കിടന്ന് എന്താവും അറിയില്ല. അയ്യോ എന്താടി ഇത്, പ്രായത്തിൻ്റെയാ. വളരെ രസമുണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കാണാൻ. ചേട്ടതെല്ലാം പറഞ്ഞൊക്കെ മനസ്സിലാക്കി അവര് ഷൂട്ട് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഒക്കെ എവിടെ ഉണ്ടെങ്കിലും വലിഞ്ഞു കയറുമല്ലേ. സ്പെഷ്യൽ ചായ നമുക്ക് ഇത് അടിപൊളി ചായ ആയിരിക്കും. ഞാൻ എടുക്കട്ടെ. അങ്ങനെ പാവ ചായ കൊടുക്ക ക്ഷീണിച്ചിട്ടുണ്ടാവും, വേർത്തിട്ടുണ്ടാവും. കഴിഞ്ഞല്ല ആണോ? ആ അതാ കരങ്ങനെ പിടിക്കുന്നത്. എന്താണ് നാരങ്ങ? പിന്നെ തമിഴ് പറയാൻ പറ്റില്ല. ഞാൻ വിടുകയിലാന്ന്. ഭക്ഷണം എന്തായിരുന്നു? ബിരിയാണിയാ. എനിക്ക് ചിക്കൻ വറുത്തത് അടിപൊളിയാ. വീഡിയോ മുത്തണ്ണ പണി നടക്കട്ടെ. എന്റെ പൊന്നുമോളെ എനിക്ക് 18 വയസ്സായതൊന്നും വേണ്ട. സീരിയസ്ലി ഒരു 20 ആയാലും കുഴപ്പമില്ല. അപ്പൊ നീയല്ല പറഞ്ഞേ ഒരു ചെറുപ്പക്കാരി പെണ്ണോ കല്യാണം ചെയ്തു. എനിക്ക് വയ്യാത് അല്ലേ? നീക്ക് വയ്യ അവിടെ വേറെ ഞാൻ പറഞ്ഞതല്ലേ ഇത്, ഇവള് പറഞ്ഞല്ലേ എന്നോട്. ഇപ്പൊ പറയുന്നേ വയ്യേ. പെണ്ണുങ്ങളുടെ കുഴപ്പം എന്താ പറയാ, അല്ല ഇവര് തന്നെ പറയുകയും ചെയ്യും, നമ്മ അത് ചെയ്യും. നമ്മളിപ്പോ നിക്കുന്നതേ നമ്മളിപ്പോ നിക്കുന്നത് ബിരിയാണീന്റെ നല്ല മണം വരുന്നുണ്ട്. എന്ത് ബിരിയാണി ഇപ്പൊ എന്ത് കിട്ടിയാലും പാവക്കത്തോരം കിട്ടിയാലും തിന്നാന്നുള്ളൊരു അവസ്ഥയിലോട്ട് വിശന്നിട്ടുണ്ട്. എടി വിശന്നാ പിന്നെ അങ്ങനെ ചിന്തിക്കൂലടി നമ്മള്. എനിക്ക് ഒട്ടും ഇഷ്ടമാണ് പാവക്ക. അത് കിട്ടിയവരെ ഞാനിപ്പോ തിന്നുന്നാ ഞാൻ പറഞ്ഞേ. അത്രയും വിശന്ന് പോയി. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ പോണ കാണാൻ. നീ എവിടെയും കുത്തിരിക്കും നീ കുറച്ചു നേരം. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു. ക്യാമറാമാൻ പൊളിച്ചെന്നാണ് എല്ലാരും പറഞ്ഞത്. എടി ക്യാമറ വുമൺ പൊളിച്ചു. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സനിത. ഓ എന്റെ പൊന്നെ, ഈ വിശപ്പിന്റെ വിളി വരുമ്പോ ഇതൊക്കെ കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഞാനും ഇരിക്കാൻ പോകുന്നു. ഇതിനെ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. എല്ലാം കണ്ണി കണ്ട വളമൊക്കെ ഇടുമായിരുന്നു. അപ്പൊ നമ്മളിതിൽ വന്നേ പിന്നെ വേറൊരു വളം ജാതിക്കൊക്കെ കായുണ്ടോ നല്ല വലിയ കമ്പിന് ഒടിഞ്ഞു പോകും പെട്ടെന്ന്. അങ്ങോട്ട് പറിച്ചു നമുക്ക് പഴുപ്പിക്കാം. നോക്കട്ടെ.
പൊട്ടിക്കായിരുന്നല്ലോ. പൊട്ടിക്ക്. ഇതെങ്ങനെ പൊട്ടിക്കാം? ഇതാണ് കൊക്കോ. ഇതെങ്ങനെ പൊട്ടിക്കാം? ഇതാണ് കൊക്കോ. പച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഭാഗത്തുണ്ടോ? ഒന്ന് പൊട്ടിച്ചരുവോ? ഇത് മടിച്ചാ പൊട്ടും കേട്ടോ. പാക്കറ്റ് ഉണ്ട് അപ്പാപ്പാന്റെ അടുത്ത്. എല്ലാം ഉണ്ട്. പപ്പ ഫുൾ സെറ്റാ. പുള്ളി അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ 2 പീസ്. ഇതാ. അമ്മ കുഴിഞ്ഞു പോയാ. അങ്ങനെ നല്ലൊരു അടിച്ചുപൊളി യാത്രയൊക്കെ കഴിഞ്ഞതാ. ഞങ്ങൾ വീട്ടിലൊക്കെ തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റാ.